ഞാൻ 7ാം തരത്തിലെ അനാമിക മധു. ചാമക്കുഴി കൂവാറ്റി ഗവൺമെന്റ് UP സ്കൂളിന്റെ പ്രതിവാര വാർത്താ പരിപാടിയായ കൂവാറ്റി വോയിസിന്റെ 150ാം പതിപ്പ് പിന്നിടുന്ന ഈ അഭിമാന നിമിഷത്തിൽ ഈ വാർത്താ ബുള്ളറ്റിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. 150ാം പതിപ്പിന് നമ്മുടെ പ്രിയങ്കരനായ ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ TV മധുസൂദനൻ ആശംസകൾ നേരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രവിക്കാം. പൊതുവിദ്യാലയങ്ങൾ കലാ കായിക പഠന രംഗത്ത് മികവിൻ്റെ കേന്ദ്രങ്ങളാണ്. അതിന് ഉത്തമ ഉദാഹരണമാണ് ചാമക്കുഴി ഗവൺമെൻറ് UP സ്കൂൾ കൂവാറ്റി. കാരണം 2022 ജനുവരിയിൽ തുടങ്ങിയ പ്രതിവാര വാർത്താ പരിപാടി കൂവാറ്റി വോയിസ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ 150ാം പതിപ്പ് നവംബർ 16 നടക്കുന്നു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. നല്ല വാർത്തകൾ നല്ല കേൾവിക്കാരെ സൃഷ്ടിക്കുന്നു. കുട്ടികളുടെ അവതരണ മികവും വാക്കുകളുടെ ഉച്ചാരണ ഭംഗിയും ആ വാർത്തകളിലെ അർത്ഥതലങ്ങളിലേക്ക് നമ്മെ നയിക്കുന്നു. എന്തു തന്നെയായാലും യൂട്യൂബ് പോലെയുള്ള നവമാധ്യമങ്ങൾ ഇത്തരത്തിൽ പ്രേക്ഷക മനസ്സിനെ സ്വാധീനിക്കുന്നവയാണ്. ഇവിടെ നമ്മുടെ കുട്ടികൾ ഇത്തരം മേഖലകളിൽ അവരുടെ കഴിവ് എടുത്തു കാട്ടുമ്പോൾ അത് ഭാവി ജീവിതത്തിൽ അവർക്ക് മുതൽക്കൂട്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങി 150ാം പതിപ്പിലേക്ക് പ്രവേശിക്കുന്ന ഈ അവസരത്തിൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച GUPS ചാമക്കുഴിയിലെ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾക്കും പ്രധാന അധ്യാപകനടക്കമുള്ള സഹപ്രവർത്തകർക്കും രക്ഷിതാക്കൾക്കും ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഒപ്പം സമൂഹത്തിന് മാതൃകയാകുന്ന ഇത്തരത്തിലുള്ള നിരവധി പ്രവർത്തനങ്ങൾ ഇനിയും ഈ വിദ്യാലയത്തിന് ഏറ്റെടുത്ത് നടത്തുവാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. വെള്ളരിക്കുണ്ട് നടന്ന ഉപജില്ലാ കലോത്സവത്തിന്റെ വിശേഷങ്ങളുമായി നമ്മോടൊപ്പം 7ാം തരത്തിലെ ആദിത്യ KV ചേരുന്നു. നമസ്കാരം, ഞാൻ 7ാം തരത്തിലെ ആദിത്യ KV. വെള്ളരിക്കുണ്ടിൽ നടന്ന ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ UP വിഭാഗം മോണോ ആക്ടിൽ 7ാം തരത്തിലെ അനാമിക മധു A ഗ്രേഡോടെ 2ാം സ്ഥാനം നേടി. UP വിഭാഗം മലയാളം കവിതാരചനയിൽ 7ാം തരത്തിലെ അഷിക R A ഗ്രേഡോടെ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. UP വിഭാഗം ലളിതഗാനത്തിൽ പാർവതി വിനോദ്, ഹിന്ദി പദ്യം ചൊല്ലലിൽ തേജലക്ഷ്മി PV, സംഘനൃത്തം ടീം എന്നിവർക്ക് A ഗ്രേഡ് ലഭിച്ചു. LP വിഭാഗം ഇംഗ്ലീഷ് അഭിനയ ഗാനത്തിൽ അൻവിത് ബിബിൻ, ലളിതഗാനത്തിൽ ആനിയ ബിനോയ് എന്നീ കുട്ടികളും, UP വിഭാഗത്തിൽ മലയാളം കഥാരചനയിൽ അൻമിത ബിബിൻ, നാടോടി നൃത്തത്തിൽ തേജലക്ഷ്മി PV, ശാസ്ത്രീയ സംഗീതത്തിൽ പാർവതി വിനോദ് എന്നീ കുട്ടികളും B ഗ്രേഡ് നേടി. ആദിശ്രീ GK LP വിഭാഗം കടങ്കഥയിലും മലയാളം പദ്യം ചൊല്ലലിലും C ഗ്രേഡ് നേടി. UP വിഭാഗം മലയാളം പദ്യം ചൊല്ലലിൽ അൻമിത ബിബിൻ C ഗ്രേഡ് നേടി. എല്ലാവർക്കും കൂവാറ്റി വോയിസിന്റെ അഭിനന്ദനങ്ങൾ. ഈ വർഷത്തെ ശിശുദിനാഘോഷം സമുചിതമായി ആഘോഷിച്ചു. അതിന്റെ വിശേഷങ്ങളുമായി 7ാം തരത്തിലെ അൻമിത ബിബിൻ നമ്മോടൊപ്പം ചേരുന്നു. നമസ്കാരം, ഞാൻ 7ാം തരത്തിലെ അൻമിത ബിബിൻ. നവംബർ 14 ശിശുദിനം വിപുലമായി ആഘോഷിച്ചു. പ്രത്യേക അസംബ്ലി നടത്തി. ഓരോ ക്ലാസ്സുകാരുടെയും കലാപരിപാടികൾ നടന്നു. ശിശുദിനവുമായി ബന്ധപ്പെട്ട് ഹെഡ് മാസ്റ്റർ T സുരേഷൻ സംസാരിച്ചു. ശിശുദിനത്തിന്റെ ഭാഗമായി കുട്ടികളുടെ റാലി നടത്തി. 7ാം തരത്തിലെ അനാമിക മധു നെഹ്റുവായി വേഷം ധരിച്ചു. കുട്ടികൾക്ക് ശിശുദിന സന്ദേശവും നൽകി. അന്നേ ദിവസം ഗോവിന്ദൻ കല്ലൂരി എന്നവരുടെ വക കുട്ടികൾക്ക് പായസം നൽകി. അദ്ദേഹത്തിന് കൂവാറ്റി വോയിസിന്റെ വക നന്ദി അറിയിക്കുന്നു. നന്മ നിറഞ്ഞൊരു ചാച്ചാജി
ഭാവിയിലെ നല്ല കുട്ടികളെ വളരെ ഞാൻ ശ്രദ്ധിക്കും. അധ്യാപകരെ, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും എന്റെ ശിശുദിന ആശംസകൾ. ഇന്ന് നവംബർ 14. മറ്റു വിശേഷങ്ങളുമായി 7ാം തരത്തിലെ തേജലക്ഷ്മി നമ്മോടൊപ്പം ചേരുന്നു. വെള്ളരിക്കുണ്ട് നിർമ്മലഗിരി ALP സ്കൂളിൽ തിങ്കളാഴ്ച നടന്ന ഹെഡ്മാസ്റ്റർമാരുടെയും SRG കൺവീനർമാരുടെയും യോഗത്തിൽ T. സുരേഷൻ, ഗീത K എന്നിവരും പങ്കെടുത്തു. ഇംഗ്ലീഷ് എൻറിച്ച് പ്രോഗ്രാമിൽ ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന അധ്യാപികയുടെ ഒഴിവിലേക്ക് കാഞ്ഞങ്ങാടുള്ള പ്രീതയെ നിയമിച്ചു. LSS USS സ്കോളർഷിപ്പ് പരീക്ഷയ്ക്ക് കുട്ടികളെ തെരഞ്ഞെടുക്കുന്നതിനായി 12/11/2024 ചൊവ്വാഴ്ച മോഡൽ പരീക്ഷ നടത്തി. ബുധനാഴ്ച മുതൽ ക്ലാസുകളിൽ യൂണിറ്റ് ടെസ്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ആഴ്ച പിറന്നാൾ ആഘോഷിക്കുന്ന 6ാം തരത്തിലെ പ്രഭിക പ്രമോദിനും അമയ രമേശിനും കൂവാറ്റി വോയ്സിന്റെ പിറന്നാൾ ആശംസകൾ. വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.